അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയ വരുന്നത്. അപ്പോൾ അതാ ഇവിടെ ആയിട്ട് നമുക്ക് കിണർ വരുന്നുണ്ട്. വെൽക്കം ടു മൈ ഹോം ടൂർ. അതിനൊരു പ്രൊമോഷൻ കൊടുക്കുന്നു എന്ന് മാത്രം. അതെന്റെ ജോലിയുടെ ഭാഗമാണ്. അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാശ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആരും നിർബന്ധിച്ച് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നില്ലല്ലോ. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് താരം നോറയും അതുപോലെ തന്നെ ഈ ശ്രീകുട്ടിയുണ്ട്, സിനിമ സീരിയൽ താരം ശ്രീകുട്ടി. അവരെന്തായാലും ഉടായ്പകളുടെ കൊടിമരമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. ഞാനിപ്പോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആസ്ട്രോ ടോക്ക് എന്ന് പറയുന്ന ഒരു ജോത്സ്യം പ്രവചനമൊക്കെ നടത്തുന്ന ഒരു ആപ്പ് ഉണ്ടല്ലോ. ആ ആപ്പ് ഇവര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ വീട് വെക്കാൻ സഹായിച്ചത് ആസ്ട്രോ ടോക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ പ്രൊമോഷൻ. ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പ് ആപ്ലിക്കേഷൻ ആണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഭൂലോക ഉടായ്പാണ്. ഇവർ രണ്ടുപേരും ഓൾറെഡി മുന്തിയ ഉടായ്പകളാണെന്ന് തെളിയിച്ചു തന്നെ. പക്ഷെ ഇതൊന്നുമല്ല, അതൊക്കെ മേലെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്തായാലും എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് നോറയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ആസ്ട്രോ ടോക്കുമായിട്ടുള്ള ആ ഒരു പ്രൊമോഷൻ വീഡിയോ നോറയുടെ എന്ന് വെച്ച് തുടങ്ങിയ ആ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ, അതിന്റെ ആദ്യം തന്നെ ഇങ്ങനെയാണ് പറയുന്നത്: ആദ്യമായിട്ട് ഞാൻ എന്റെ ഹോം ടൂർ നടത്താൻ പോവുകയാണ്. ആ വീട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് നോറ ആസ്ട്രോ ടോക്കിന്റെ പ്രൊമോഷൻ ആരംഭിക്കുന്നത്. കഴിഞ്ഞിട്ട് ഈ വീട് വെക്കാനുള്ള കഷ്ടപ്പാട്ടിനെ കുറിച്ചും, അങ്ങനെ അതിനുശേഷം ആസ്ട്രോ ടോക്ക് വന്നതിന് ശേഷം വീട് വെച്ചതിനെ കുറിച്ചും വീട് മുഴുവൻ ഇങ്ങനെ ആയിട്ട് ഫുള്ള് കാണിക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ മുഴുവനായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഭാഗം ഞാൻ എന്തായാലും ഇതിനകത്ത് പ്ലേ ചെയ്യാം. എന്നാൽ മാത്രമേ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത കിട്ടത്തുള്ളൂ. വീഡിയോ കണ്ടതിന് ശേഷം ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതെന്തായാലും ഞാൻ പറഞ്ഞുതരാം. കണ്ടു നോക്ക് വീഡിയോ. ഹായ് ഗൈസ്, നിങ്ങൾക്കറിയാം ഞാനൊരു പ്രൈവറ്റ് പേഴ്സൺ ആണ്. ബട്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താന്നല്ലേ? വെൽക്കം ടു മൈ ഹോം ടൂർ. കണ്ടില്ലേ നോറ എന്ത് ആവേശത്തിലാണ് തന്റെ വീട് ഓടി നടന്ന് കാണിച്ചു കൊടുക്കുന്നതെന്ന്. കഷ്ടപ്പെട്ട് വെച്ച വീടാണ്, തേങ്ങയാണ് മാങ്ങയാണ്, എന്തൊക്കെ ഡയലോഗാണല്ലേ. എന്നാൽ ട്വിസ്റ്റ് എന്താണെന്നല്ലേ, ഈ വീട് ശരിക്കും നോറയുടെ വീടല്ല. ഇത് നോറയുടെ ഫ്രണ്ടും അതുപോലെ തന്നെ പ്രശസ്ത യൂട്യൂബറുമായ ഒരു പുള്ളിക്കാരിയുടെ വീടാണ്. സംശയം ഉണ്ടെങ്കിൽ ആ പുള്ളിക്കാരിയുടെ ഹോം ടൂറിന്റെ ചെറിയൊരു ഭാഗം ഇവിടെ കാണിച്ചു തരാം. Which means home. This is our God-gifted home. Welcome everyone. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയ വരുന്നത്. അപ്പോൾ അതാ ഇവിടെ ആയിട്ട് നമുക്ക് കിണർ വരുന്നുണ്ട്. ഒരു വുഡൻ തീമായിട്ട് നമ്മൾ കൂടുതൽ വുഡൻ തീമാണ് വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വുഡൻ തീമായിട്ട് പെയിന്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലാണ് കാർ പോർച്ച് വരുന്നത്. അപ്പോൾ അതാ ഇവിടെ നമ്മൾ കുറെ ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ഇത്. കണ്ടല്ലോ, എല്ലാവർക്കും ശരിക്കും മനസ്സിലായല്ലോ. കണ്ടില്ലേ, ഇത് ആ പുള്ളിക്കാരിയുടെ വീടാണ്. ആ പുള്ളിക്കാരിയുടെ വെച്ചിട്ടാണ് ഈ ആസ്ട്രോ ടോക്കിന് പിന്നെ പ്രൊമോഷൻ വീഡിയോ ചെയ്തത്. ഈ പുള്ളിക്കാരിയുടെ വീടിന് മുന്നിൽ നിന്നാണ് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ കള്ളത്തരം പറഞ്ഞ് പ്രൊമോഷൻ നടത്തുന്നത്. ആസ്ട്രോ ടോക്ക് കബഡി നടത്തിയപ്പോ പൊട്ടിമുളച്ചതാണ് ആ വീടെന്ന്. പ്രൊമോഷൻ എന്ന് പറഞ്ഞ് നോറയും ഈ ശ്രീകുട്ടിയും വൻ ഉടായ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് മാത്രമല്ല കേട്ടോ, വേറെ അമലാപ്പോൾ അങ്ങനെ കുറെ സെലിബ്രിറ്റീസുകൾ വേറെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വീട് പോലും മാറ്റിക്കളയുന്ന ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ല. പക്ഷെ നോറയെ പോലുള്ള ഭൂലോക ഉടായ്പകൾക്ക് ഒരു പൂ പറിക്കുന്ന പോലെയാണ് ഇതൊക്കെ. പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് തട്ടിപ്പ് നടത്താനും ഇവരൊന്നും മടിക്കത്തില്ല. ഇത് ആദ്യമായിട്ടൊന്നും അല്ല നോറ ഇങ്ങനെ നുണ പറയുന്നത്. ഇതിനു മുമ്പ് നോറ പല കഥകളും അടിച്ചിറക്കിയിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ ഒരു കഥ, ബിഗ് ബോസിൽ മറ്റൊരു കഥ. എന്തായാലും നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. വോയിസിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിലുള്ളൊരു കണ്ടന്റ് ഒരുപാട് കണ്ടന്റുകളുണ്ട്. പക്ഷെ അതിൽ മെയിൻ ആയിട്ടൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ജാസ്മിന്റെ കേസ് ആണെങ്കിലും നോറയുടെ കേസ് ആണെങ്കിലും ഒക്കെ ഒരു കേൾക്കുന്ന ഒരു ആപ്പാണ് ഈ ടാങ്കോ ആപ്പ്. ടാങ്കോ ആപ്പിലൂടെയാണ് വീട് വെച്ചത് അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സത്യം അങ്ങനെയാണോ നോറ? ഞാൻ വീട് വെച്ചത് ടാങ്ക് അപ്പിലെ പൈസ കൊണ്ടല്ല. എനിക്ക് ടാങ്ക് അപ്പിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പൈസ കിട്ടിയത് അത് മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ്. ആ ആൾ അതെടുത്തിട്ട് പോയി. ഓക്കെ, അപ്പൊ പിന്നെ എനിക്ക് ഈ ഫണ്ട് വെച്ചാൽ എന്റെ അമ്മന്റെ സിസ്റ്റേഴ്സ് എല്ലാരും അവരുടെ ഗോൾഡ് തന്നിട്ടും പിന്നെ എന്താ പറയാ KSFE ഇങ്ങനത്തെ കാര്യത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീടിന്റെ കാര്യം ഇതാക്കുന്നതും. ഞാൻ പിന്നെ അതിങ്ങനെ മന്ത്ലി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഈ രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എടുത്തതാന്ന് പറയുമ്പോൾ എനിക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ് അങ്ങോട്ട് കാണിച്ചു വെച്ചാൽ തീർന്ന പ്രശ്നം. കണ്ടല്ലോ, ഒരു ആപ്പ് വഴി എത്രത്തോളം പൈസ കിട്ടി, ഒരു വീട് വെക്കാനുള്ള അത്രയും പൈസ കിട്ടി എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഒരു വീട് വെക്കാനുള്ള പൈസ കിട്ടി, പക്ഷെ ആ പൈസ കൊണ്ട് വീട് വെക്കാൻ പറ്റില്ല. എന്താ സംഭവം? അപ്പൊ നമ്മുടെ കുട്ടി ബ്ലോഗർ എത്തിയിരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് ഏതോ ഒരു ഫ്രണ്ട് ആ കാശൊക്കെ അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. ഇത് തന്നെ ഏറ്റവും വലിയ നുണയാണ്. ഇത്രയും വലിയൊരു എമൗണ്ട്, അതായത് ഒരു വീട് വെക്കാനുള്ള അത്രയും എമൗണ്ട് ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ ഫ്രണ്ട് അത് അടിച്ചു മാറ്റിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ ഒരു ആപ്പിൽ നിന്ന്
പൈസ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പുള്ളിക്കാരി പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിട്ടി പിടിച്ചും ബന്ധുക്കാരുടെ അടുത്തുനിന്ന് സ്വർണ്ണമൊക്കെ കടം വാങ്ങി എല്ലാം ആണ് വീട് വെച്ചതെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ശരിക്കും എല്ലാരും കേട്ടല്ലോ. അപ്പൊ ഇതേ ഒരു കാര്യം തന്നെ ഈ നോറ ഒരു പ്രോഗ്രാം നമ്മുടെ ബിഗ് ബോസിൽ പറഞ്ഞത് എന്താണെന്നൊന്ന് കേട്ടു നോക്ക്. ടൈമില് ഇൻഫ്ലുവൻസിങ് ചെയ്തിട്ടും സ്ട്രീമിംഗ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ആ പെർട്ടിക്കുലർ ടൈമിൽ തന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വീട് വിലക്ക് വാങ്ങിച്ചോ? കേട്ടല്ലോ എങ്ങനെയാണ് വീട് വെച്ചത്. ഇന്റർവ്യൂല് പറഞ്ഞത് കേട്ടില്ലേ, സ്വർണം പണയം വെച്ചു, അതുപോലെ തന്നെ ചിട്ടി പിടിച്ചിട്ടും ഒക്കെയാണ് വീട് വെച്ചത്. ആപ്പിൽ നിന്നും കിട്ടിയ ഫണ്ട് ഏതോ ഒരു ഫ്രണ്ട് അടിച്ചു മാറ്റിയെന്നും പറഞ്ഞു. പക്ഷെ ബിഗ് ബോസിൽ എത്തിയപ്പോ കഥ മാറി. പുള്ളിക്കാരി പറഞ്ഞത് ടാങ്കോയില് സ്ട്രീം ചെയ്ത പൈസ വെച്ചിട്ടാണ് വീട് വെച്ചത്, അതുകൊണ്ടാണ് എന്റെ ഉപ്പ പോലും വീട്ടിൽ കയറാത്തത്. അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിൽ വെച്ച് നോറ പറഞ്ഞത്. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം വീടിന്റെ ഹോം ടൂർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആസ്ട്രോ ടോക്കിന് ഒരു പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് വേറൊരു ആളുടെ വീട് എടുത്തിട്ട് സ്വന്തം വീടാണെന്ന് പറഞ്ഞ് കാണിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തായാലും സ്വന്തമായിട്ട് വീട് വെച്ചിട്ടുണ്ടോ? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അല്ല, ഇനി വീട് വെച്ച കഥയും ഉപ്പ കയറാത്ത കാര്യമെല്ലാം ഇനി പിന്നെ സെന്റിമെന്റ്സിന് വേണ്ടിയിട്ടാണോ ഇനി ബിഗ് ബോസിൽ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ബിഗ് ബോസിൽ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അത്യാവശ്യം ഉഡായിപ്പൊക്കെ കയ്യിലുണ്ട്. അങ്ങനെയുള്ളവരെ പ്രത്യേകം ഈ ബിഗ് ബോസ് സെലക്ട് ചെയ്യുവാണെന്ന് തോന്നുന്നു. എന്തായാലും നോറാട പടലം മൂഞ്ചി എന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്ത ആള് നമ്മുടെ സ്വന്തം ശ്രീകുട്ടി. സ്വന്തമായി കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉള്ള ആളാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ. അച്ഛനാണ് ശ്രീകുട്ടിക്ക് വീട് വെച്ച് കൊടുത്തതെന്നൊക്കെ ഒരു പഴയ വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ചെയ്ത ആളാണ് ഇപ്പൊ പ്രൊമോഷന്റെ കാര്യം പറഞ്ഞിട്ട് ആസ്ട്രോ ടോക്ക് വഴി ഞാൻ വീട് വെച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വന്നു. ഞാൻ വീട് വെക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നടന്ന സമയത്താണ് അപ്പോഴാണ് ആസ്ട്രോ ടോക്ക് വരുന്നതും എന്നെ സഹായിച്ചത് ആസ്ട്രോ ടോക്ക് ആണെന്നൊക്കെ ആ വീഡിയോ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഊക്കാണ് പുള്ളിക്കാരിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പിന്നെ ഒരു മറുപടി എന്നോണം ശ്രീകുട്ടി ഒരു മറുപടി വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ന്യായീകരിച്ച് മെഴുകൊണ്ടാണ് വരുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടുനോക്കാം. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കൊളാബറേഷൻ്റെ ഒരു ഇതായിട്ട് ആസ്ട്രോ ടോക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു. അയ്യോ, ശ്രീകുട്ടി ഭയങ്കര ജെനുവിൻ ആണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യുമോ, അത് വേണം, അങ്ങനെ പാടില്ലായിരുന്നു, വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറയാൻ കുറേയേറെ കമൻസ് കേട്ടോ. ഇത് എൻ്റെ ഒരു ജോലിയാണ് അല്ലേ. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കുറച്ച് കാശ് കിട്ടുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കൊളാബറേഷൻസ് വരുന്നുണ്ട്, നമ്മളത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടി വിയിൽ എന്തെല്ലാം പരസ്യം കാണുന്നു, എന്തെല്ലാം പരസ്യം. അപ്പൊ അതൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനിപ്പോ ആരെയും നിർബന്ധിക്കുന്നില്ല പരസ്യത്തില്. നമ്മൾ ടിവിയുടെ പരസ്യം ഇത് പറഞ്ഞപ്പോഴാണ് ഇതുപോലെ ഉടായ്പ പ്രമോഷൻ നടത്തുന്ന ഇൻഫ്ലുവൻസർമാരെ കുറിച്ച് ഓരോന്നൊക്കെ പറയുമ്പോഴത്തേക്കും കേൾക്കുന്ന ഒരു എതിർവാദമാണ് ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഓരോ പരസ്യം ചെയ്യുന്നില്ലേ, പല പ്രൊമോഷൻസും അതിൽ കൂടെ അവര് ചെയ്യുന്നുണ്ടല്ലോ, അവര് ചെയ്യുന്നത് ഉടായ്പല്ലേ എന്നാണ് ചിലരുടെ ചോദ്യം. ഇവിടെ ശ്രീകുട്ടിയും സ്വയം ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ച പോയിന്റ് ഇത് തന്നെയാണ്. ടിവിയിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ, അതുപോലെ തന്നെയാണ് താൻ ചെയ്ത ആസ്ട്രോ ടോക്കിന്റെ പ്രൊമോഷനും എന്നാണ് ശ്രീകുട്ടി പറയുന്നത്. എന്നാൽ അതങ്ങനെയല്ല. ടിവിയിൽ വരുന്ന പരസ്യം വേറെ, നിങ്ങൾ ഇൻഫ്ലുവൻസർമാർ ചെയ്യുന്ന പരസ്യം വേറെ. രണ്ടും തമ്മിൽ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ടിവിയിൽ കാണുന്ന പരസ്യങ്ങളൊക്കെ പരസ്യങ്ങളാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ട്. ഏതെങ്കിലും പ്രോഗ്രാമിനിടയിലായിരിക്കും ഈ പരസ്യം വരിക. അത് വെറും പരസ്യമാണെന്നോ അതിൽ പറയുന്നതൊക്കെ സത്യമല്ലെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട്. പരസ്യത്തെ പരസ്യമായാണ് അവർ കാണുന്നത്. മമ്മൂട്ടി ഒരു സോപ്പിന്റെ പരസ്യം, അല്ലെന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഒരു സോപ്പിന്റെ പരസ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരത് ഉപയോഗിച്ച് നോക്കിയിട്ടല്ല പരസ്യം ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഇൻഫ്ലുവൻസർമാർ അങ്ങനെയല്ല. ഭൂരിഭാഗം പേരും ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പറയാതെയാണ് ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നത്. മമ്മൂട്ടി മോഹൻലാലിനെ പോലെയൊന്നും അല്ലല്ലോ ഇവര് സ്വന്തം ജീവിതമാണ് യൂട്യൂബിലൂടെ കാണിക്കുന്നത്. ജനങ്ങളോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നവരാണ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ഈ ഇൻഫ്ലുവൻസർമാര് പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കും. മറ്റേത് പരസ്യമാണെന്ന് തിരിച്ചറിയാനുള്ള വകതിരിവുള്ള അതേ ആളുകൾ തന്നെയാണ് ഈ ഇൻഫ്ലുവൻസർമാരൊക്കെ ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ അത് അവർ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കും. കാരണം ആ രീതിയിലാണ് അവര് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഈ ഇൻഫ്ലുവൻസർമാർ ചെയ്യുന്ന പ്രൊമോഷൻ ഈ ടി വി പരസ്യം ചെയ്യുന്നവരെക്കാൾ എത്രത്തോളം പിന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയോ? മോഹൻലാലും മമ്മൂട്ടിയും കൂടെ ഒരുമിച്ച് ഒരു ടി വി പരസ്യത്തിൽ വന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഫക്ട് കിട്ടും ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ഒരു പ്രൊമോഷൻ ചെയ്താൽ. സ്വന്തം അനുഭവ കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകുട്ടിയും അതുപോലെ തന്നെ നോറയും ഈ ആസ്ട്രോ ടോക്കിനെ പ്രൊമോട്ട് ചെയ്തത്. അതെങ്ങനെയാണ് ടി വി പരസ്യം പോലെ ആകുക? ഒരിക്കലും അല്ല. നിങ്ങൾ ഒരു വ്ലോഗ് ചെയ്യുന്ന പോലെ ആളുകൾ ഈ പ്രൊമോഷൻ വീഡിയോ കാണത്തുള്ളൂ. അതൊക്കെ പെട്ടെന്ന് വിശ്വസിച്ചു പോകും. അപ്പോ അവര് ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചു പോകും. പിന്നെ ഇനി ഇപ്പൊ അല്ലെന്നുണ്ടെങ്കിൽ അവര് പ്രൊമോഷൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവര് പറയണം, ഞാൻ ഈ പറയാൻ പോകുന്ന ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്റെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നോ, എന്റെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു പ്രൊമോഷൻ മാത്രമാണ് ഇതെന്ന് പറയണം എടുത്ത്. ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ധൈര്യം ഇവർക്കില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൈസയും കിട്ടത്തില്ല,
പ്രൊമോഷനിൽ പറഞ്ഞ് സ്വന്തം ജീവിതമാണതെന്ന് ആളുകളെ വിശ്വസിപ്പിക്കണം. അതിനാണ് ഇവിടെ പൈസ കിട്ടുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും TV പരസ്യവും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർമാർ നടത്തുന്ന പരസ്യവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയും കൂടെ കാണും. അതിനൊരു പ്രൊമോഷൻ കൊടുക്കുന്നു എന്ന് മാത്രം, അതെന്റെ ജോലിയുടെ ഭാഗമാണ്. അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാശ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആരും നിർബന്ധിച്ച് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നില്ലല്ലോ. അതെന്നാലും ചെയ്തേ പറ്റൂന്ന് പറയേണ്ട ആവശ്യമില്ല. ആളുകളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ നല്ല അസ്ഥലും നുണ തട്ടിവിടുന്നില്ലേ, അത് തന്നെ ധാരാളം. എന്തായാലും സ്വന്തം സബ്സ്ക്രൈബേഴ്സിനോട് കുറച്ചെങ്കിലും കമ്മിറ്റ്മെന്റ് വേണ്ടേ. അങ്ങനെ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. കുറച്ച് പണം കിട്ടുവാണെങ്കിൽ എന്ത് തറവേലകളും ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ. ഇവരുടെ വീഡിയോയിലെ ടൈറ്റിൽ എന്താണെന്ന് അറിയോ? ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. അത് ചെറുതായിട്ടൊന്ന് തിരുത്തി ഞാൻ എങ്ങനെയെങ്കിലും തട്ടിപ്പും വെട്ടിവെപ്പും ഒക്കെ ചെയ്ത് ജീവിച്ചോട്ടെ എന്ന് ആക്കണം. അതാണല്ലോ ശരിക്കും സത്യം. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ മര്യാദക്ക് പണിയെടുത്ത് ജീവിക്കണം, അല്ലാതെ നാട്ടുകാരെ പറ്റിച്ചാണോ ജീവിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ കമന്റ്സ് ഇടുമ്പോൾ ഒന്ന് ആലോചിക്കുക. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. നമുക്കത് വേണമെങ്കിൽ അത് ചെയ്താൽ മതി. അവർ ഇടുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പ്രൊമോഷൻസ് ഒക്കെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അതങ്ങ് മാറ്റി കളഞ്ഞാൽ പോരെ. എന്തിനാണ് അതിന് ഇത്രയേറെ നെഗറ്റീവ് കമന്റ്സ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇതിൻ്റെയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ആദ്യത്തെ വ്യക്തിയാണോ ഞാൻ? മറ്റുള്ളവരെ പോലെ ആണെന്ന് കരുതി ശ്രീകുട്ടിയും ജെന്യുവിൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രൊമോഷൻ ചെയ്യാതിരുന്ന എനിക്ക് ആ കാശ് പോകും. അത് അവരെ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ആ കാശ് ഈ കാണുന്നവരാരും, എനിക്ക് ഈ കമന്റ്സ് ഇടുന്നവരാരും, കാണുന്നവരല്ല, ഈ കമന്റ്സ് ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നവരാരും കൊണ്ടു തരത്തില്ല. അപ്പം എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ട എങ്കിൽ അത് തള്ളിക്കളയാം, അത്ര മാത്രമേ ഉള്ളൂ. എത്രയോ പേര് TV-യിലും യൂട്യൂബിൽ തന്നെ എത്രയോ പേര് പ്രൊമോഷൻ എന്തെല്ലാം പ്രോഡക്ട്സിൻ്റെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ജെന്യുവിനായിട്ടുള്ളതാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് പ്രൊമോഷൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. വേണമെങ്കിലായേ വേണ്ട എന്നുള്ള അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാം, അത്രയല്ലേ ഉള്ളൂ. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയല്ലേ, അപ്പം നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് എന്ത് വന്നാലും നിങ്ങൾക്കത് ചെയ്തില്ലേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടെ സർക്കാർ പോലും പറയുന്ന കാര്യങ്ങൾ നേരെ ചെയ്യുന്നില്ല. എന്തെല്ലാം വാഗ്ദാനങ്ങളും പരസ്യങ്ങളുമാണ് ചെയ്യുന്നത്, അവർ പോലും നേരെ ചെയ്യുന്നില്ല. അപ്പൊ ഈ പാവപ്പെട്ട ഞാൻ 10 പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെന്തിനാണ് ഇത്രയേറെ കമന്റ്സ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഞാനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് എന്ന രീതിയിലാണ് കമന്റ്സ് ഒക്കെ വരുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തിനാണ് അങ്ങനെ ഒരു, ഞാനിത് മുന്നേ പറഞ്ഞ കാര്യമാണ്, എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പല പ്രൊമോഷൻസും എനിക്ക് വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ അത് തള്ളിക്കളയാം, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വന്നങ്ങനെ ചെയ്യണമല്ലോ. എവിടെയോ എപ്പോഴോ ആരൊക്കെയോ പ്രൊമോഷൻ ചെയ്യുന്നത് കണ്ട് അങ്ങനെ നിങ്ങളുടെ മെമ്മറിയിൽ വന്നിട്ടല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ വാങ്ങിച്ച് തേക്കുന്നതായാലും കുളിക്കുന്നതായാലും കഴിക്കുന്നതായാലും എല്ലാം പലരും ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ കണ്ട് ഓർമ്മയിൽ നിന്നിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ തള്ളിക്കളയാം. ഇനി അങ്ങോട്ട് ശ്രീകുട്ടി തന്നെ പൂർണ്ണമായി തള്ളിക്കളയാനാണ് ഇവിടുത്തെ ജനങ്ങളുടെ തീരുമാനം. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, എന്തൊരു ന്യായീകരണമാണെന്ന്. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? ലേശം ഉളുപ്പുണ്ടോ ഇവക്കൊക്കെ? ഉടായ്പ കാണിച്ചത് പോലെ വന്നിരുന്ന ഒടുക്കത്തെ ന്യായീകരണവും. എന്തായാലും ഇവരുടെ വർത്താനം കേട്ടാൽ തന്നെ അറിയാം അഹങ്കാരം തലക്ക് പിടിച്ചു നിൽക്കുകയാണെന്ന്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെ പോലുള്ള ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇവരുടെയൊക്കെ തനി ഗുണം കണ്ടില്ല, നേരിട്ട് കണ്ടതിനെ ബോധ്യപ്പെട്ടില്ലേ? ഇനിയെങ്കിലും സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് എന്താണ് വേണ്ടതെന്ന് ചെയ്യും. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. ഒരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.